ഡി സോൺ കലോത്സവത്തിനിടെ അടിയുടെ പള്ളിപ്പെരുന്നാൾ. ഉത്തരവാദികളാര്? ആക്രമണങ്ങൾക്ക് പിന്നിൽ SFI ആണെന്ന പൊതുബോധ നിർമ്മിതി ആരുടെ അജണ്ട? ഇന്ന് രാവിലെ മുതൽ ടെലിവിഷൻ സ്ക്രീനുകളിൽ, മൊബൈൽ ഫോണിൽ എല്ലാം നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ഒരു വിഷ്വൽ, അത് മാള ഹോളി ഗ്രേസ് കോളേജിൽ നടന്ന ഡി സോൺ കലോത്സവത്തിനിടെയുണ്ടായ ഒരു അടിപിടിയുടെ അങ്ങേയറ്റം മാരകമായ ദൃശ്യങ്ങൾ ആണ്. ഷാനോസും അത് പലതവണ കണ്ടിട്ടുണ്ടാകും. നമ്മൾ ഈ വേട്ടപ്പട്ടിയെയൊക്കെ തല്ലിക്കൊല്ലുക എന്നൊക്കെ കേട്ടിട്ടില്ലേ? ആ പ്രയോഗത്തോട് എനിക്ക് വ്യക്തിപരമായ വിയോജിപ്പുണ്ട്. കാരണം വേട്ടപ്പട്ടിയായാലും പട്ടിയായാലും അങ്ങനെ തല്ലിക്കൊല്ലരുത്. പക്ഷേ അങ്ങനെ ഒരു പ്രയോഗമുണ്ടല്ലോ. ആ രീതിയിൽ ഒരു വിദ്യാർത്ഥിയെ അല്ലെങ്കിൽ ഒന്നിലധികം വിദ്യാർത്ഥികളെ ഒരു സംഘം പേർ ചേർന്ന് വളഞ്ഞിട്ട് തല്ലിച്ചതയ്ക്കുന്നു. അത് ഇപ്പുറത്ത് SFI ആയാലും അപ്പുറത്ത് KSU ആയാലും ആരായാലും എനിക്ക് അതിനോട് അമാനുഷികമായ അല്ലെങ്കിൽ മനുഷ്യത്വ വിരുദ്ധമായ, അമാനുഷിക എന്ന പ്രയോഗം തെറ്റാണ്, മനുഷ്യത്വ വിരുദ്ധമായ ഒരു പ്രവൃത്തിയാണ് എന്നേ എനിക്ക് തുടക്കത്തിൽ പറയാനുള്ളൂ. ഈ വിഷ്വൽ എന്നെ ഒട്ടും അത്ഭുതപ്പെടുത്തിയില്ല. പക്ഷേ അത് അതീവ ഗൗരവമുള്ള ഒരു സംഗതിയുമാണ്. കാരണം കേരളത്തിൽ കലാലയങ്ങളിൽ യൂണിയൻ ഭാരവാഹികൾ തമ്മിൽ അല്ലെങ്കിൽ പ്രവർത്തകർ തമ്മിൽ, SFIയുടെയും KSUവിൻ്റെയും ചിലപ്പോഴൊക്കെ ABVPയുടെയും ചിലപ്പോഴൊക്കെ ക്യാമ്പസ് ഫണ്ടിൻ്റെയും ഒക്കെ പ്രവർത്തകർ തമ്മിൽ അടിയുണ്ടാകുന്നത്, MSFും ഉണ്ട് കേട്ടോ, അടിയുണ്ടാകുന്നത്, പ്രവർത്തകർ ആശുപത്രിയിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്, ഇതൊന്നും ആദ്യ സംഭവമല്ല. യൂണിയൻ പ്രവർത്തനങ്ങൾ ആരംഭിച്ച കാലം മുതൽക്ക് ഇതൊക്കെയുണ്ട്. വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ പ്രവർത്തനം ആരംഭിച്ച കാലം മുതൽക്ക് ഇതൊക്കെയുണ്ട്. ഇതൊന്നും എന്നെ അത്ഭുതപ്പെടുത്തുന്നില്ല. കാരണം ഒന്നാമത്തേത്, മാറുന്ന കേരളത്തിൻ്റെ ഒരു ക്രിമിനൽ മനസ്സ് ആ രീതിയിൽ പരിണമിക്കപ്പെട്ടിട്ടുണ്ട്. രണ്ടാമത്തേത്, കേരളത്തിൻ്റെ അങ്ങേയറ്റം അപകടകരമായ അക്രമ രാഷ്ട്രീയത്തിൻ്റെ ഒരു പശ്ചാത്തലം. ഇപ്പോൾ TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി ഇല്ലാതാക്കിയ നാടിൻ്റെ പേര് കൂടിയാണ് കേരളം എന്നുള്ളത്. അതേ കേരളത്തിലാണ് 2018 ജൂലൈ 2-ന് അഭിമന്യു എന്ന് പറയുന്ന SFI പ്രവർത്തകൻ വെട്ടേറ്റ് മരിക്കുന്നത്, കുത്തേറ്റ് മരിക്കുന്നത് മഹാരാജാസ് കോളേജ് അങ്കണത്തിൽ. പിന്നീട് 2019 നമ്മൾ പെരിയാർ ഇരട്ട കൊലപാതകത്തിൻ്റെ വാർത്ത കേൾക്കുന്നു. ശരത് ലാലിനെയും കൃപേഷിനെയും വെട്ടിയെറിയുന്നു. അതും സംഭവിച്ചത് ഈ കേരളത്തിലാണ്. അപ്പോൾ മുതിർന്നവർ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കിടയിൽ ഇത്തരം രാഷ്ട്രീയ കൊലപാതകങ്ങൾ നിരന്തരം സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു നാട്ടിൽ എന്തുകൊണ്ട് ഇതൊക്കെ കണ്ടു വളരുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾക്കിടയിലും ഇതൊക്കെ ആയിക്കൂടാ എന്നൊരു ചോദ്യം അങ്ങേയറ്റം അപകടകരമാണ്, ക്രൂരമാണ്. പക്ഷെ അതൊക്കെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നുണ്ട്. അതാണ് ഇതിൻ്റെയൊക്കെ പശ്ചാത്തലം എന്ന് പറയുന്നത്. അതുകൊണ്ട് എനിക്കിതിൽ അത്ഭുതം തോന്നുന്നില്ല, ഞാൻ ഷോക്ക്ഡ് അല്ല. പക്ഷേ ഇത് അതീവ ഗൗരവമുള്ള ഒന്നാണ് എന്ന് പറയാൻ കാരണം, ഞാൻ അഭിമന്യുവിൻ്റെ സംഭവം പറഞ്ഞു. 2018 ജൂലൈ 2-നാണ് അത് സംഭവിക്കുന്നത്. ഇതുപോലെ പോസ്റ്റർ ഒട്ടിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉണ്ടായ അത്രമേൽ സാരമല്ലാത്ത, അത്രമേൽ ഗൗരവമല്ലാത്ത ഒരു വാക്ക് തർക്കം പിന്നീട് അതൊരു സംഘർഷമാകുന്നു. അതിനൊടുവിലാണ് അഭിമന്യുവിൻ്റെ കൊലപാതകം സംഭവിക്കുന്നത്. അപ്പോൾ ഇത്തരം കലാലയങ്ങൾ കേന്ദ്രീകരിച്ചുള്ള തർക്കങ്ങൾ, സംഘർഷങ്ങളൊക്കെ ഒരു കൊലപാതകത്തിലേക്ക് എത്തുന്നതും നമ്മൾ അഭിമന്യുവിലൂടെയൊക്കെ കണ്ടിട്ടുണ്ട്. മറ്റുദാഹരണങ്ങളും ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇപ്പുറത്ത് ഒരുപക്ഷെ SFI പ്രവർത്തകൻ്റെ ചോരയായിരിക്കാം, അല്ലെങ്കിൽ KSU പ്രവർത്തകൻ്റെ ചോരയായിരിക്കാം, അല്ലെങ്കിൽ ABVP പ്രവർത്തകൻ്റെ ചോരയായിരിക്കാം. സംഭവിക്കുന്നത് അവിടെ ഒരു രക്തച്ചൊരിച്ചിൽ ആണ്. നിഷ്ഠൂരമായ ഒരു കുറ്റകൃത്യം, അല്ലെങ്കിൽ അത് ഒരുപക്ഷെ കൊലപാതകത്തോളം എത്തുന്ന ഒന്നാണ്. ക്യാമ്പസുകളെ ഈ രീതിയിലൊക്കെ മാറ്റിയെടുക്കുന്നതിൽ ഇന്നത്തെ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ വഹിക്കുന്ന പങ്ക് ഗുരുതരമാണ്. അത് അത്രത്തോളം ചെറുതല്ല എന്നാണ് എൻ്റെ വ്യക്തിപരമായിട്ടുള്ള ഒരു അഭിപ്രായം. ഇവിടെ ഷാനോസ് ഈ ചർച്ചയ്ക്ക് തുടക്കം കുറിച്ചുകൊണ്ടുള്ള ഇൻട്രോയിൽ പ്രയോഗിച്ച ഒരു ചോദ്യം, അക്രമങ്ങൾക്ക് പിന്നിൽ SFI ആണെന്ന പൊതുബോധ നിർമ്മിതി ആരുടെ അജണ്ട എന്നാണ്. എനിക്ക് തോന്നുന്നു അതിലൊരു പക്ഷം ചേരൽ ഷാനോസ് ഡേവിഡ് കലർത്തിയിട്ടുണ്ട് എന്ന്. എനിക്കറിയില്ല, അത് ഷാനോസ് തന്നെ വിശദീകരിച്ചാൽ മതി. എൻ്റെ ഒരു പക്ഷം എന്ന് പറയുന്നത്, അക്രമങ്ങൾക്ക് പിന്നിൽ SFI ആണോ KSU ആണോ എന്നതിനപ്പുറം, അതല്ലെങ്കിൽ ABVP ആണോ എന്നതിനപ്പുറം, ഒരുപക്ഷെ SFI പ്രവർത്തകരാകാം. ക്രൂരമായി കൊല ചെയ്യപ്പെട്ടവരിൽ ആ പട്ടികയിൽ ഏറ്റവും കൂടുതൽ SFI പ്രവർത്തകരായിരിക്കാം.
എനിക്ക് തോന്നുന്നു അത് അങ്ങനെ തന്നെയാണ് എന്ന്. അതാരായാൽ തന്നെയും കേരളത്തിലെ കലാലയങ്ങളെ ഇങ്ങനെ ഒരു കുരുതിക്കളമാക്കി മാറ്റുന്നതിന് പിന്നിൽ SFIക്കും KSUവിനും ABVPക്കും ഒക്കെ തുല്യമായ ഉത്തരവാദിത്തമുണ്ട്. ആ ഉത്തരവാദിത്തം അവർ മറക്കരുത്. പഴയ കാലത്ത് നമ്മളൊക്കെ ഈ കലാലയങ്ങളിലൂടെയൊക്കെ കടന്നു വന്നവരാണല്ലോ നമ്മളെല്ലാവരും. ഒരു കാലത്ത് കേരളത്തിൻ്റെ കലാലയങ്ങൾ, കേരളത്തിൻ്റെ ക്യാമ്പസുകളിൽ കവിതയും സർഗാത്മക പ്രവർത്തനങ്ങളും സജീവമായ രാഷ്ട്രീയ സംവാദങ്ങളും ഉണ്ടായിരുന്നു. ഇതൊക്കെ കേട്ടും കണ്ടും വളർന്ന തലമുറയും ഇന്ന് കേരളത്തിൽ ഉണ്ട്. പക്ഷേ ഇന്ന് രണ്ട് രാഷ്ട്രീയം മാത്രമാണ് കേരളത്തിലെ ക്യാമ്പസുകളിൽ ഉള്ളത്. ഒന്ന് അപകടകരമായ അരാഷ്ട്രീയമാണ്, മറ്റേത് അക്രമ രാഷ്ട്രീയമാണ്. ഇത് രണ്ടുമല്ല വേണ്ടത്. യഥാർത്ഥ രാഷ്ട്രീയ സംവാദങ്ങൾക്ക് വേദിയായിരുന്ന കേരളത്തിൻ്റെ ആ ഒരു പഴയ കലാലയ അന്തരീക്ഷത്തിലേക്ക് ഈ ക്യാമ്പസുകൾ തിരിച്ചു കൊണ്ടുപോകേണ്ട ഒരു ഉത്തരവാദിത്തമുള്ള ഇത്തരം വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ കൊലപാതകത്തിലേക്ക് എത്തുമോ ഇല്ലയോ എന്നുള്ളതല്ല, ഇത്തരം നാണം കെട്ട അടിപിടിക്ക് വേദിയാകുന്നത്, അതും DSON പോലുള്ള കലോത്സവങ്ങൾക്ക്, സർഗാത്മക പ്രവർത്തനങ്ങളുടെ ഒരു ഉന്മാദ വേദിയാകേണ്ട ഒരിടം അത്തരം അടിപിടികൾക്ക് സാക്ഷ്യം വഹിക്കുക എന്നുള്ളൊരു ദുഃഖകരമായ അവസ്ഥ സംഭവിക്കുന്നത് അത് ലജ്ജാകരമാണ്. അത്തരം ഒരു അവസ്ഥയ്ക്ക് കൂട്ടുനിൽക്കുക എന്നുള്ളത് SFI പോലുള്ള അല്ലെങ്കിൽ KSU പോലുള്ള ഉത്തരവാദിത്ത ബോധത്തോടുകൂടി വിദ്യാർത്ഥികളിൽ പ്രവർത്തിക്കേണ്ട, അവരുടെ മാനസിക ഘടനയെ രൂപപ്പെടുത്തുന്നതിൽ പോലും പ്രവർത്തിക്കേണ്ട വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആ രീതിയിൽ അധപ്പതിക്കുന്നത് വളരെ ലജ്ജാകരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് എന്നേ എനിക്ക് ഈ വിഷയത്തിൽ പറയാനുള്ളൂ. ഇനി എനിക്ക് ഷാനോസിനോട് ചോദിക്കാനുള്ളത്, ഇതിൽ കുറ്റക്കാർ SFI ആണോ അല്ലെങ്കിൽ കുറ്റക്കാർ ABVP ആണോ KSU ആണോ എന്ന പഴിചാരലുകൾക്കപ്പുറം ഇതുണ്ടാക്കുന്ന ഒരു പ്രത്യാഘാതം എത്രത്തോളം ഭീകരമാണ്? ഇതിനെ കേവലം ഒരു രാഷ്ട്രീയമായിട്ട് മാത്രം നമ്മൾ കാണേണ്ടതുണ്ടോ? ഇങ്ങനെ SFI ആണ് എന്ന ഒരു അജണ്ട പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമാണോ എന്ന് ഷാനോസ് ചോദിക്കുമ്പോൾ, അത് SFI ആണെങ്കിലും KSU ആണെങ്കിലും ഉണ്ടാക്കിയെടുക്കുന്ന ഒരു ഡാമേജ്, കേരളത്തിൻ്റെ വിദ്യാർത്ഥി രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഒരു നവകാല നിർമ്മിതിയിൽ ഉണ്ടാക്കുന്ന ഡാമേജ് അത് ചെറുതല്ലല്ലോ എന്നാണ് എനിക്ക് തിരിച്ചു ചോദിക്കാനുള്ളത്. ഞാൻ ക്ഷമാപണം നടത്തിക്കൊണ്ട് തന്നെ സുബീഷിനോട് പറയുന്നത്, അക്രമങ്ങൾക്ക് പിന്നിൽ SFI ആണെന്ന പൊതുബോധ നിർമ്മിതി ആരുടെ അജണ്ട എന്നെൻ്റെ ചോദ്യം യാദൃശ്ചികമായിട്ടുള്ളതല്ല. ഞാനത് വളരെ ബോധപൂർവം തന്നെ പറഞ്ഞതാണ്. കാരണം അതിന് ഒട്ടനവധി കാരണങ്ങൾ നമുക്ക് നിരത്തി വെക്കാൻ കഴിയും. കാരണം അങ്ങനെ ഒരു ഇൻട്രോ പറയാൻ ഒരു മാധ്യമപ്രവർത്തകനെങ്കിലും അവശേഷിക്കണം എന്നുള്ളതുകൊണ്ടാണ് ഞാനത് പറഞ്ഞത്. കാരണം ഈ ഒരു ദിവസം എന്ന് പറയുന്നത് രാവിലെ മുതൽ ഈ സമയം വരെ KSU SFI സംഘർഷം, SFI ആക്രമണം, KSU ആക്രമണം എന്ന് പറയുന്ന നരേറ്റീവിലാണ് കാര്യങ്ങൾ നിൽക്കുന്നത്. എന്താണ് അവിടെ സംഭവിച്ചത് എന്ന് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഈ പറഞ്ഞ ഇൻട്രോയിൽ നിന്ന് തുടങ്ങാം. സുബീഷ് സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ 51 വെട്ടുകിട്ടിയ TP ചന്ദ്രശേഖരനെ ഓർക്കുമ്പോൾ ഈ ജനുവരി 26 എന്ന് പറയുന്നത്, ഞാൻ അഭിമന്യുവിനെ ഓർത്തു, ജനുവരി 26 എന്ന് പറയുന്നത് കണ്ണൂരിൽ കൊല ചെയ്യപ്പെട്ട KB സുധീഷിൻ്റെ രക്തസാക്ഷി ദിനമാണ്. SFIയുടെ സംസ്ഥാന ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ടിരുന്ന, അവിടുത്തെ ജില്ലാ ഡിവിഷൻ അംഗമായിരുന്ന KB സുധീഷിനെ കൈകാലുകൾ വേർപെട്ട നിലയിലാണ്, അങ്ങനെയാണ് വെട്ടിക്കൊലപ്പെടുത്തിയത്. അങ്ങനെ 35 രക്തസാക്ഷികളാണ് SFIക്കുള്ളത്. SFI കൊലപ്പെടുത്തി ഏതെങ്കിലും ഒരാളുടെ പേര് സുധീഷിനോ എനിക്കോ എത്ര ചകഞ്ഞു നോക്കിയാലും കണ്ടെത്താനാവത്തില്ല. കാരണം ഒരു KSUക്കാരനോ ഒരു MSFകാരനോ ഒരു AVPക്കാരനോ അല്ലെങ്കിൽ ഇതര വിദ്യാർത്ഥി സംഘടനകളിൽ പെട്ട ഏതെങ്കിലും ഒരാൾ SFI ആക്രമണത്തിൽ കേരളത്തിൽ കൊല്ലപ്പെട്ടിട്ടേയില്ല. 1970 SFI രൂപീകൃതമായ കാലം മുതൽ 2025 എത്തി നിൽക്കുമ്പോൾ ഇത്രയും കാലത്തിനിടയ്ക്ക് SFIക്ക് നഷ്ടമായത് 35 ജീവനാണ്. SFIയുടെ സംസ്ഥാന നേതാക്കൾ മുതൽ SFIയുടെ താഴെത്തട്ടുള്ള യൂണിറ്റിൽ വരെ പ്രവർത്തിക്കുന്ന ആളുകളാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. തൃശ്ശൂർ എന്തുകൊണ്ട്, അല്ലെങ്കിൽ ഈ സംഭവം എന്തുകൊണ്ട് പ്രസക്തമാകുമെന്ന് ചോദിച്ചാൽ, കൊച്ചനിയൻ എന്ന് പറയുന്ന കോളേജ് യൂണിയൻ ഭാരവാഹിയായിരുന്ന, SFI തൃശ്ശൂർ ജില്ലാ കമ്മിറ്റി അംഗമായിരുന്ന, ഒല്ലൂരിലെ താലൂക്ക് സെക്രട്ടറി ആയിരുന്ന ഒരു ചെറുപ്പക്കാരൻ, 20 വയസ്സ് മാത്രമുള്ള ഒരു ചെറുപ്പക്കാരനെ KSUക്കാർ കുത്തിക്കൊലപ്പെടുത്തിയതിൻ്റെ ആവർത്തനമാണ് ഇന്നലെ നടന്നിരിക്കുന്നത് മാള കോളേജിലാണ്. അതെന്തുകൊണ്ട് ചർച്ചയാവുന്നില്ല എന്നുള്ളതാണ് ഞാൻ ഈ പൊതുബോധ നിർമ്മിതിയുടെ പിന്നിലെ അജണ്ട എന്നൊന്ന് ചോദിക്കാനുള്ള കാരണം. അതാണ് ഇവിടെ നടന്നത് SFI KSU സംഘർഷമാണോ? അപ്പോഴും നമ്മൾ ഓർക്കേണ്ട ഒരു കാര്യം, ഒരു വാർത്താ ടെക്സ്റ്റിനകത്ത് SFI-KSU സംഘർഷമെന്നാണ്. അവിടെ KSU-SFI സംഘർഷമെന്ന് പോലും പറയില്ല. കാരണം അവിടെ SFIയെ വെച്ചാൽ ആ വാർത്തയ്ക്ക് കുറച്ചൊരു ഡെപ്ത് കിട്ടും എന്ന് വിശ്വസിക്കുന്നവരാണ് മാധ്യമപ്രവർത്തകരിൽ ഏറിയ പങ്കും. അതെങ്ങനെയാണ് അങ്ങനെ ആവുന്നത്?
നമ്മൾ അതിൻ്റെ ഒരു സാമൂഹ്യ രാഷ്ട്രീയ വശം പരിശോധിച്ചാൽ നമുക്ക് എല്ലാ കാലത്തും അത് കണ്ടെത്താൻ കഴിയും. എപ്പോഴും SFI ഇരുട്ടിൽ നിർത്തുന്ന, SFI കുറ്റവാളികളുടെ പട്ടികയിൽപ്പെടുത്തുന്ന, SFI ആണ് കുഴപ്പമുണ്ടാക്കുന്നതെന്ന് പറയുന്ന ഒരു പൊതുബോധ നിർമ്മിതി കേരളത്തിൽ വ്യാപകമായിട്ടുണ്ട്. എങ്ങനെയാണ് ഈ പറയുന്ന മാള കോളേജിൽ ഉണ്ടാവുന്ന, ഹോളി ഗ്രേസിൽ ഉണ്ടാവുന്ന സംഘർഷങ്ങളെ SFIയുടെ തലയിൽ വെച്ച് ചാർത്താൻ സാധിക്കുന്നത് എങ്ങനെയാണെന്നുള്ളതാണ് എൻ്റെ ഒരു ചിന്ത. അതെങ്ങനെയാണ് അങ്ങനെ സംഭവിക്കുക? ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്നവരാണ് UDSF മുന്നണിയാണ്. അതായത് KSUവും MSFും ഉൾപ്പെടെയുള്ള ഒരു മുന്നണി സംവിധാനമാണ് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി യൂണിയൻ ഭരിക്കുന്നത്. അവരുടെ നേതൃത്വത്തിലാണ് ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുന്നത്. ഈ പരിപാടി സംഘടിപ്പിക്കപ്പെടുമ്പോൾ പരാതി പറയാൻ ചെല്ലുന്ന ആളുകളോട് ക്രൂരമായി പെരുമാറുക, നമ്മൾ ആ ദൃശ്യങ്ങൾ കണ്ടു നോക്കൂ. ശരിക്കും പറഞ്ഞാൽ ഒരു സാധാരണഗതിയിലൊരു ദൃശ്യമാധ്യമ രംഗത്ത് പ്രവർത്തിക്കുന്ന ഒരാൾക്ക് അല്ലെങ്കിൽ നമ്മളെ പോലുള്ള ആളുകൾക്ക് ആ ദൃശ്യം മാസ്ക് ചെയ്യാതെ കൊടുക്കാൻ കഴിയില്ല. അത്ര ക്രൂരമായ ആക്രമണമാണ്. കമ്പി വടിക്ക് ഒരു ചെറുപ്പക്കാരനെ തലക്കടിക്കുന്നു. അയാൾ എവിടെ കഴിയുന്നു? അയാൾ മെഡിക്കൽ കോളേജിൽ ചികിത്സയിൽ കഴിയുന്നു. നമുക്ക് എത്ര പേർക്ക് അയാളുടെ പേരറിയാം? എന്തുകൊണ്ടാണ് ഒരു തൃശ്ശൂർ കേരളവർമ്മ കോളേജ്, നമുക്കറിയാം കേരളത്തിലെ ക്യാമ്പസുകൾ പരിശോധിച്ചാൽ തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ്, എറണാകുളം മഹാരാജ് കോളേജ്, അതിനോട് കിടപിടിക്കുന്ന SFIയുടെ അത്ര എനിക്ക് കുറച്ചുകൂടെ സർഗാത്മകമായി SFIയിൽ ഇടപെടുന്ന ഒരു കോളേജ് യൂണിറ്റ് കമ്മിറ്റിയാണ് തൃശ്ശൂർ കേരളവർമ്മ കോളേജ്. അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള ആഷിഖിന് തലയ്ക്ക് ഗുരുതര പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ഹോസ്പിറ്റലിൽ കഴിയുകയാണ്. ഇതിന് പകരം ഒരു KSU നേതാവിനാണ് ഇങ്ങനെ പരിക്കേറ്റിരുന്നെങ്കിൽ എന്തായിരിക്കും ഇന്നത്തെ കേരളത്തിൻ്റെ സാമൂഹ്യ രാഷ്ട്രീയ അന്തരീക്ഷം? ഒന്ന് സുബീഷ് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മളടക്കം രാവിലെ മുതൽ ചർച്ച തുടങ്ങും. SFIയുടെ കാട്ടാളത്തം, SFIയുടെ ആക്രമണം, SFI ആളുകളെ തല്ലിക്കൊല്ലുന്നു, തലക്കടിച്ചു, KSU നേതാവിന് ഗുരുതര പരിക്കേറ്റ് അത്യാസന്ന നിലയിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നുള്ള വാർത്ത വലിയ രീതിയിൽ പ്രചരിക്കും. പക്ഷേ നോക്കൂ, ഒരു SFIയുടെ യൂണിറ്റ് സെക്രട്ടറി ആയിട്ടുള്ള, അത് SFIയുടെ യൂണിറ്റ് സെക്രട്ടറി വെച്ചാൽ ആ ക്യാമ്പസിനെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട പോസ്റ്റാണ് യൂണിറ്റ് സെക്രട്ടറി എന്ന് പറയുന്നത്. ആ ക്യാമ്പസിലെ എല്ലാ സർഗാത്മക പ്രവർത്തനങ്ങൾക്കും രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്കും സാമൂഹികം സാംസ്കാരികം എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കുന്ന ഒരാളാണ് അവിടുത്തെ യൂണിറ്റ് സെക്രട്ടറി. ആ യൂണിറ്റ് സെക്രട്ടറിയെ തല്ലിക്കൊല്ലാറാക്കിയിട്ട് എത്ര ആളുകൾ, മാധ്യമങ്ങളെ വിടൂ, കേരളീയ പൊതുസമൂഹം അത് എത്രത്തോളം ചർച്ച ചെയ്തു. ഞാൻ അതുകൊണ്ട് തന്നെയാണ് മനഃപൂർവ്വം പറഞ്ഞത് ആക്രമണങ്ങൾക്ക് പിന്നിൽ SFI ആണെന്ന പൊതുബോധം ആരുടെ അജണ്ട എന്ന് ചോദിക്കുന്നത്. അതുകൊണ്ടാണ് എന്തുകൊണ്ടാണ് ഇത്തരമൊരു സംഭവത്തിലേക്ക് വിരൽ ചൂണ്ടാതെ പകരം MSFനെയും KSUവിനെയും സംരക്ഷിക്കുന്ന നിലപാടുകൾ മാധ്യമങ്ങളും കേരളത്തിലെ പൊതുസമൂഹത്തിലെ ഒരു വിഭാഗവും എടുക്കുന്നു എന്നുള്ള ചോദ്യമാണ് എന്നെക്കൊണ്ട് ഇത്തരമൊരു ചോദ്യം നിർമ്മിക്കാനും അത് ഇവിടെ അവതരിപ്പിക്കാനും എനിക്ക് സാധിച്ചിട്ടുള്ളത്. കാരണം ഞാനൊരു കാര്യം കൂടെ പറയാം. 1970 SFI രൂപീകൃതമാകുന്നു. ഞാൻ പഠിച്ചത് തിരുവല്ല മാർത്തോമ കോളേജിലാണ്. തിരുവല്ല മാർത്തോമ കോളേജിൽ ഞാൻ പ്രീ ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടും ഡിഗ്രി വിദ്യാർത്ഥിയായിട്ടും പഠിക്കുന്ന കാലത്ത് ഇടയ്ക്കൊക്കെ വരുന്ന CPMൻ്റെ ഒക്കെ നേതാക്കന്മാരായിട്ടുള്ള ആ ക്യാമ്പസിൽ പഠിച്ചു പോയിട്ടുള്ള DYFയുടെയോ CPMൻ്റെ നേതാക്കന്മാരെ ആളുകൾ ക്യാമ്പസിലൊക്കെ സന്ദർശിക്കാൻ വരും. അല്ലെങ്കിൽ മുൻ നേതാക്കന്മാർ അവിടെ എന്തെങ്കിലും പരിപാടി ഉദ്ഘാടനം ചെയ്യാനൊക്കെ വരും. അവർ പറഞ്ഞൊരു കാര്യമുണ്ട്, SFIയുടെ കുത്തകയായിരുന്ന ആ ക്യാമ്പസിൽ 8-10 പേരാണ് SFI എന്ന് പറയുന്നത്. SFI രൂപീകൃതമായതിനു ശേഷമുള്ള കാലത്തെ കാര്യമാണ് ഞാനീ പറയുന്നത്. രാവിലെ SFIക്കാർ വരുന്നതേ തല്ലുകൊള്ളാൻ വേണ്ടിയാണ്. ഈ തല്ലുകൊള്ളുന്ന വെച്ചാൽ ഈ സ്വഭാവത്തിലല്ല, ഒരാളെ തല്ലുന്ന കാണുമ്പോൾ ഓടിച്ചെല്ലുന്ന എല്ലാവർക്കിട്ടും അടിക്കും. കേസിന് അടിക്കാനൊന്നും ഒരു മയവുമില്ല. എൻ്റെ ഓർമ്മയിൽ ഞാൻ പലപ്പോഴും ഓർക്കാറുണ്ട്. ഞാൻ കഴിഞ്ഞ ദിവസം മാർത്തോമ കോളേജിൽ പോയപ്പോഴും ഓർത്തു, ആ ഗേറ്റിൽ കെട്ടിപ്പിടിച്ച് നിൽക്കും ഈ 10 പേരും. ഈ കേസുവിൻ്റെ അക്രമകാരികൾ വന്ന് പുറന്നെടുകയും അടിക്കും. നേരെ തിരിച്ചുള്ള അനുഭവങ്ങളുണ്ട്. അല്ല, ഞാൻ പറഞ്ഞത് ഇത്തരം അനുഭവങ്ങൾ എപ്പോഴാണ് നമ്മൾ KSUവിനെ ഇങ്ങനെ പരിഗണിക്കുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇക്കാലഘട്ടത്തിൽ നിന്നുകൊണ്ടാണ്. ഞാൻ പറഞ്ഞ എൻ്റെ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ 5 രക്തസാക്ഷികളാണുള്ളത്. നമ്മുടെ ഭുവനേശ്വരൻ, നമ്മുടെ സുധാകരൻ, പഴയ മിനിസ്റ്റർ CPM ആലപ്പുഴ നേതാവിൻ്റെ സഹോദരൻ, പിന്നെ MS പ്രസാദ്, CB ജോസ്, M രാജേഷ് തുടങ്ങി 5ഓളം രക്തസാക്ഷികളാണ് പത്തനംതിട്ട ജില്ലയിൽ മാത്രമുള്ള. എൻ്റെ അറിവുള്ള കാര്യമാണ് ഞാൻ പറയുന്നത്. ഞാൻ കൊച്ചനിയനെ കുറിച്ച് പറഞ്ഞത്, കൊച്ചനിയൻ അവിടുത്തെ ഏറ്റവും 20 വയസ്സ് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഒരു നേതാവിനെ അരുംകൊല ചെയ്യാൻ തയ്യാറാവുന്നു എന്ന് പറയുന്നത് അതും തൃശ്ശൂർ തന്നെയാണ്. അതും ഈ ഇൻ്റർസോൺ കലോത്സവവുമായി ബന്ധപ്പെട്ടുള്ള തർക്കത്തിനിടയിലാണ് കൊച്ചനിയൻ കുത്തേറ്റ് മരിക്കുന്നത്. പക്ഷേ ഇത്തരം ഞാനീ പറയുന്നത് ഏതെങ്കിലും ഒരു തരത്തിലുള്ള ആക്രമണങ്ങളെ, അക്രമ പരമ്പരയെ പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയുള്ളതേ അല്ല. ഇത് അവസാനിപ്പിക്കേണ്ടത് തന്നെയാണ്. പക്ഷേ അക്രമങ്ങളുടെ ഉത്തരവാദിത്തം മുഴുവൻ എങ്ങനെ SFIയുടെ തലയിൽ കൊണ്ട് കെട്ടിവെക്കുന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതെന്തുകൊണ്ട് അങ്ങനെ മാത്രമാകുന്നു? KSU ആക്രമിക്കാറുണ്ട്, ABP ആക്രമിക്കാറുണ്ട്, MSF ആക്രമിക്കാറുണ്ട്, SFIയും ആക്രമിക്കാറുണ്ട്. നമ്മൾ അതിനങ്ങനെ കാണണ്ടേ? പക്ഷേ SFIയെ മാത്രം ഇങ്ങനെ കൊണ്ട് ഒരു കുറ്റി നാട്ടി കെട്ടുന്നൊരവസ്ഥ എങ്ങനെ സൃഷ്ടിക്കപ്പെടുന്നു എന്നുള്ളിടത്താണ് ഞാൻ ഈ ചോദ്യം ചോദിക്കുന്നത്. അതാണ് എൻ്റെ ഒരു ഇക്കാര്യത്തിൽ എനിക്ക് പറയാനുള്ള സംഗതി.
ഷാനോസ് പറഞ്ഞ ഇപ്പോൾ ഇത്രയും നേരം സംസാരിച്ച അതിലെ വാദങ്ങൾ വിയോജിപ്പോടു കൂടി തന്നെ ഞാൻ ശരിവയ്ക്കുകയാണ്. കാരണം തിരുവല്ല മാർത്തോമ കോളേജിലെ അനുഭവമാണ് അത്. ഷാനോസ് അടക്കമുള്ളവർക്ക് ഉണ്ടായ അനുഭവമാണ് ഷാനോസ് ഇവിടെ വിശദീകരിച്ചത്. അപ്പോൾ തന്നെ ഞാൻ ഇടപെട്ട് പറയുകയും ചെയ്തു, വ്യത്യസ്തമായ അനുഭവങ്ങൾ വ്യത്യസ്തമായ കലാലയങ്ങളിൽ നിന്ന് KSU പ്രവർത്തകർക്കും SFI പ്രവർത്തകരിൽ നിന്നും ഉണ്ടായിട്ടുണ്ട്. അതൊക്കെ പത്രവാർത്തകളായിട്ടുണ്ട് ഷാനോസെ, അതൊക്കെ ടെലിവിഷൻ സ്ക്രീനുകളിൽ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ ഏകപക്ഷീയമായി ആക്രമിക്കുന്നത് മുഴുവൻ SFI പ്രവർത്തകരാണ് എന്ന ഒരു പൊതുബോധ നിർമ്മിതിക്ക് കേരളത്തിലെ ദൃശ്യ മാധ്യമങ്ങൾ അല്ലെങ്കിൽ മാധ്യമങ്ങൾ ആകെയും കൂട്ടുനിൽക്കുന്നു എന്നൊരു ആരോപണം അങ്ങനെ ഏകപക്ഷീയമായി ഉന്നയിക്കുമ്പോൾ എനിക്കറിയില്ല, എൻ്റെ പക്കൽ തെളിവുകളില്ല. അത് സമൂഹം പരിശോധിക്കേണ്ട, തീർച്ചയായിട്ടും അതൊരു ഗൗരവമായ ചോദ്യമാണ്, ഗൗരവമായി സമൂഹം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്. പക്ഷെ അത് ഏകപക്ഷീയമായി KSU പ്രവർത്തകർ ഇങ്ങനെ അക്രമം അഴിച്ചുവിടുന്നു, SFI പ്രവർത്തകർ നിരന്തരം വേട്ടയാടപ്പെടുന്നു എന്നൊക്കെ പറയുമ്പോൾ എനിക്കതിൽ ചില പൊരുത്തക്കേടുകൾ ഉള്ളതായിട്ട് തോന്നുന്നുണ്ട്. അത് ഷാനോസ് തന്നെ വിശദീകരിക്കേണ്ട സംഗതിയുമാണ്. ഞാൻ ആദ്യം ധീരജ് എന്ന് പറയുന്ന ഇടുക്കിയിൽ കൊല ചെയ്യപ്പെട്ട യുവാവിൻ്റെ പേര് പറയുമ്പോൾ പെട്ടെന്ന് മനസ്സിലാവുള്ളൂ. ധീരജിനെ ആരാണ് കൊലപ്പെടുത്തിയത്? അതിന് കേസിനും യൂത്ത് കോൺഗ്രസിനൊക്കെ പങ്കില്ലേ? പങ്കുണ്ട്. അപ്പം അവിടെ ഒരു SFI നേതാവ് കൊല്ലപ്പെടുന്നു, അതിനുശേഷം ഇങ്ങോട്ട് പരിശോധിക്കും, അതിനുശേഷം പരിശോധിച്ചാൽ മതി, ബാക്കി ചരിത്രം നമുക്ക് വിടാം. അല്ല, അഭിമന്യു കൊല ചെയ്യപ്പെട്ടത് കേരളം എത്ര ദിവസം ചർച്ച ചെയ്തു? അവിടെ അഭിമന്യുവിന് വേണ്ടിയിട്ടല്ലേ കേരളം ബാധിച്ചത്? കേരളത്തിലെ മാധ്യമങ്ങൾ മുഴുവൻ അഭിമന്യുവിന് വേണ്ടിയിട്ടാണ്. അതില്ലാന്ന് ഞാൻ പറഞ്ഞില്ല. പക്ഷേ എന്തുകൊണ്ട് ധീരജന്റെ കാര്യത്തിൽ ഈ സമാനമായ ഒരു സാഹചര്യം വന്നില്ല? ഞാൻ പറഞ്ഞ വാർത്തകളെ എപ്പോഴും വിതരണം ചെയ്യുന്നതും വാർത്തകളെ വിളമ്പുന്നതും അതിൻ്റെ സാധ്യതകൾ കൂടി ഉപയോഗപ്പെടുത്തുകയാണെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഉദാഹരണം നോക്കൂ, ജനുവരി മാസം, ഈ മാസം 15-ാം തീയതി രാത്രി കാലിക്കറ്റ് സർവകലാശാല സ്റ്റുഡൻസ് യൂണിയൻ്റെ ഓഫീസ് MSF ജില്ലാ നേതാവിൻ്റെ സാന്നിധ്യത്തിൽ നേതൃത്വത്തിൽ തല്ലി തകർക്കുന്നു. എത്ര സ്ഥലങ്ങളിൽ വാർത്ത വന്നു? SFIയുടെ സംസ്ഥാന സെക്രട്ടറിയോ SFIയുടെ ജില്ലാ സെക്രട്ടറിയോ ആണ് ഇങ്ങനെ ഒരു സ്റ്റുഡൻറ്റ് യൂണിയൻ ഓഫീസ്, അതൊരു യൂണിവേഴ്സിറ്റി യൂണിയൻ്റെ സ്റ്റുഡൻസ് യൂണിയൻ ഓഫീസ് തല്ലി തകർക്കുന്നെങ്കിൽ എന്തൊരു വലിയ വാർത്തയാകുമായിരുന്നു. നമ്മൾ സ്വയം പരിശോധിച്ചാൽ മതി. നമ്മൾ മറ്റൊരിടത്തേക്ക് കണ്ണയക്കണ്ട. ഞാൻ പറയുന്നത് ആ ദൃശ്യം ഇവിടെ 4th വാർത്ത കൊടുത്ത ആളാണ് ഞാൻ. അങ്ങനൊരു ദൃശ്യം മറ്റൊരിടത്ത് വാർത്തയായി കണ്ടില്ല. ചിലപ്പോൾ ഒരുപക്ഷെ ഏതെങ്കിലും പ്രാദേശിക പേജുകളിലോ, പക്ഷേ പ്രാദേശിക പേജുകളിൽ ഒതുങ്ങുന്നതല്ല SFIയുമായി ബന്ധപ്പെട്ട് ഉയർന്നു വരുന്ന ആരോപണങ്ങളെ പരിഗണിക്കുന്ന രീതി, വ്യത്യസ്തതയുണ്ട്. അല്ലെങ്കിൽ നോക്കൂ, ഈ കഴിഞ്ഞ ദിവസം ഈ മലപ്പുറം സോണൽ കലോത്സവത്തിന് അപ്പീൽ നൽകാൻ വേണ്ടി പ്രോഗ്രാം കമ്മിറ്റി ഓഫീസിലേക്ക് പോയ വിദ്യാർത്ഥിനികളെ അടക്കം തല്ലിച്ചതച്ചു. ഇവിടെ വാർത്തയായി. കഴിഞ്ഞ ദിവസമാണ്. ഞാൻ എന്തുകൊണ്ടാണത് വാർത്തയാവാന്നുള്ളതാണ് എൻ്റെ ചോദ്യം. അതും വാർത്തയാവേണ്ടത്. എനിക്ക് അക്കാര്യത്തിൽ ഇടപെട്ട് ഷാനോസിനോട് പറയാറുള്ളത്, ഇപ്പോൾ ഷാനോസ് ആകട്ടെ ഞാനാകട്ടെ ഏതാണ്ട് 20 വർഷത്തോളം ഈ മേഖലയിൽ പണിയെടുത്തവരാണ്, പണിയെടുത്തുകൊണ്ടിരിക്കുന്നവരാണ്. ഏത് ദൃശ്യമാധ്യമമാണ് അല്ലെങ്കിൽ ഏത് പത്രമാണ് ഇന്ന് ഒരു വാർത്തയുടെ തൂക്കം നോക്കി, ഒരു വാർത്തയുടെ ശരി തെറ്റ് നോക്കിക്കൊണ്ട് ആ വാർത്ത ഏത് രീതിയിൽ പ്രേക്ഷകരിലേക്ക് എത്തണം അല്ലെങ്കിൽ ഏത് രീതിയിൽ വായനക്കാരിലേക്ക് എത്തണം എന്ന് തീരുമാനിക്കുന്നത്? നമ്മൾ അടക്കമുള്ളവർ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ന്യൂസ് റൂമുകൾ വളരെ സംശുദ്ധമായ രീതിയിൽ ആ വാർത്തയുടെ അളവും തൂക്കവും പരിശോധിച്ചുകൊണ്ട് ഈ വാർത്തയുടെ ശരിയും തെറ്റും നിർണ്ണയിച്ചുകൊണ്ടാണോ ആ വാർത്തകൾ ലേഔട്ട് ചെയ്യപ്പെടുന്നത്? അതല്ലെങ്കിൽ വാർത്തകൾക്ക് കോളം തിരിക്കുന്നത്? അല്ല. തീർച്ചയായിട്ടും നേരത്തെ ഷാനോസ് ഇവിടെ ഉദാഹരിച്ചത് SFI-KSU എന്നിട്ട് കഴിഞ്ഞാൽ അത് കുറച്ചുകൂടി വിറ്റഴിക്കപ്പെടുന്ന ഒരു പ്രൊഡക്റ്റായിട്ട് മാറുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ വിപണി മൂല്യം നോക്കിക്കൊണ്ട് തന്നെയാണ് ഇന്ന് കേരളത്തിലെ ദൃശ്യമാധ്യമങ്ങളും പത്രമാധ്യമങ്ങളും മുന്നോട്ട് പോകുന്നത്. അവിടെ SFI-KSU എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് വിപണി മൂല്യമുണ്ട് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് അത്തരമൊരു വാർത്ത നിർമ്മിക്കപ്പെടുന്നത്. പലപ്പോഴും വ്യാജ വാർത്തകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന ഫാക്ടറികളായിട്ട് കേരളത്തിലെ പത്രമാധ്യമങ്ങളും ദൃശ്യമാധ്യമങ്ങളും മാറുന്നുണ്ടെങ്കിൽ അതിൻ്റെയൊക്കെ കാരണം ഇതാണ്. കാരണം ഇതൊരു കച്ചവടമാണ്, ഇതൊരു ബിസിനസ്സാണ്. അവിടെ ശരിതെറ്റുകൾ മാത്രം നോക്കിയല്ല ഒരു വാർത്തയും നമ്മിലേക്ക് എത്തുന്നത് അല്ലെങ്കിൽ നമ്മൾ വഴി പ്രേക്ഷകരിലേക്ക് പോകുന്നത് എന്ന് എനിക്കും ഷാനോസിനും അറിയാമല്ലോ. അപ്പോൾ പിന്നെ എന്തിനാണ് അങ്ങനെ ഒരു വാദം? പക്ഷെ അത് വാർത്തയാവുന്നില്ലെന്നുള്ളതാണ് എൻ്റെ വാദം. അത് വാർത്തയാവുന്നില്ല. ഞാൻ ചോദിക്കുന്നത് എങ്ങനെയാണ് ഇങ്ങനെ രണ്ടതിരിൽ കുറ്റികെട്ടി നാട്ടി നിർത്തി ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിക്കാനാവുക? എന്തിനാണ് നിങ്ങൾ എപ്പോഴും SFIയെ മഴയത്ത് നിർത്തുന്നത്? എന്തിനാണ് SFIയെ കാവാലികരുടെ പട്ടികയിൽപ്പെടുത്തുന്നത്? ഞാൻ കേരളത്തിലെ ക്യാമ്പസുകളെ സർഗാത്മകമായി ഉണർത്തെഴുന്നേൽക്കുന്നതിനകത്ത് SFIക്ക് ഒരു വലിയ പങ്കുണ്ട്. തീർച്ചയായിട്ടും. എൻ്റെ വാദം SFIയെ വൈറ്റ് വാഷ് ചെയ്യുക എന്നുള്ളതല്ല. SFI എവിടെയെങ്കിലും അക്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിനെ കണ്ടില്ലെന്ന് നടിക്കുകയല്ല, ഞാൻ അവരെ വെള്ളപൂശുകയല്ല.
മറിച്ച് എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ എപ്പോഴും ഒരതിരിൽ എപ്പോഴും SFIയെ നാട്ടി നിർത്തുന്നു എന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഞാൻ ഈ സമീപകാലത്ത് 2 കാര്യങ്ങൾ മാത്രമാണ് ഞാൻ ഉദാഹരണമായി ചൂണ്ടിക്കാണിച്ചത്. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ തൃശ്ശൂരിൽ നിന്ന് തുടങ്ങുന്ന കൊച്ചനിയൻ്റെ കാര്യമാണ്, 1992 മറ്റുമാണ്. ഞാൻ പറയുന്നത് എന്തുകൊണ്ട് ഇങ്ങനെ സംഭവിക്കുന്നു, ഇങ്ങനെ സംഭവിക്കുന്നതിൽ തിരുത്തൽ വേണ്ടതെന്നുള്ളതാണ് എൻ്റെ ചോദ്യം. ഈ സംഭവം നോക്കൂ, ഈ സംഭവത്തിൽ SFIക്ക് എവിടെയാണ് പങ്ക്? SFI KSU സംഘർഷം എന്ന് എങ്ങനെയാണ് അച്ചു നിരത്താൻ കഴിയുക? ഈ യൂണിയൻ, ഈ സർവകലാശാല യൂണിയൻ ഭരിക്കുന്നത് 8 വർഷത്തിന് ശേഷം കിട്ടുന്ന വലിയ വിജയമായിട്ട് ആഘോഷിച്ചാണ്. UDF, കോൺഗ്രസ്, ലീഗ് അവർ ആഘോഷിച്ചാണ്. കാരണം ഇത്ര വർഷത്തിന് ശേഷം SFIയുടെ കയ്യിൽ നിന്ന് അവർ പിടിച്ചെടുക്കുകയാണ്. അത് അവരെ സംബന്ധിച്ച് വലിയ വിജയമാണ്. പക്ഷേ ഞാൻ മനസ്സിലാക്കുന്നൊരു കാര്യം, ഈ സർവകലാശാല ഈ സോൺ കലോത്സവത്തിൻ്റെ നടത്തിപ്പിലെ പരാജയമാണ്. മലപ്പുറത്തെ സോണൽ കലോത്സവത്തിൻ്റെ നടത്തിപ്പിലെ പരാജയമാണ്. സംഘടനാ ശേഷിക്കുറവാണ്. ആ സംഘടന ഫലപ്രദമായി നടത്താൻ കഴിയാത്ത ശേഷിക്കുറവ് ചൂണ്ടിക്കാണുന്ന ആളുകൾക്കെതിരെ ആക്രമിക്കാൻ ഒരുമ്പിട്ടിറങ്ങുക എന്ന് പറഞ്ഞാൽ അവിടെ തെറ്റായിട്ട് തന്നെ കാണണം. ആ വിദ്യാർത്ഥി സംഘർഷത്തെ KSUവിൻ്റെ ജില്ലാ പ്രസിഡന്റ്, ഞാൻ ആ ചെറുപ്പക്കാരൻ്റെ പേര് മതി, എനിക്ക് തോന്നുന്നു ഗോകുൽ ഗുരുവായൂർ എന്നാണ് തോന്നുന്നു പേര്, ഗോകുൽ ഗുരുവായൂരിൻ്റെ നേതൃത്വത്തിൽ കമ്പി പടിക്ക് തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യം കേരളത്തിൽ നിന്ന് ഒട്ടുമിക്ക വാർത്തകൾ ശ്രദ്ധിക്കുന്ന മുഴുവൻ മനുഷ്യരും കണ്ടു കഴിഞ്ഞു. ഇപ്പോഴും അയാൾ KSU ജില്ലാ പ്രസിഡന്റ് അല്ലേ? എൻ്റെ ചോദ്യം, അയാൾ KSU ജില്ലാ പ്രസിഡന്റ് ആണോ? അയാൾ KSU ജില്ലാ പ്രസിഡന്റ് സ്ഥാനത്ത് മാറ്റിയിട്ടില്ല. KSU ആരുടെ സംഘടനയാണ്? SFIക്ക് CPM പോലല്ല, KSUവിന് കോൺഗ്രസിൻ്റെ പോഷക സംഘടനയാണ്. SFI എന്ന് പറഞ്ഞാൽ CPMൻ്റെ ബഹുജന സംഘടനകളുടെ ഭാഗമാണ്, അല്ല CPM ഓൺ ചെയ്യുന്ന നല്ലത്. അതിന് സ്വതന്ത്രമായ രീതിയുണ്ട്. KSU അങ്ങനല്ല. KSUവിനെ ഡയറക്റ്റ് കോൺഗ്രസ് നിലനിർത്തി കൊണ്ടുപോകുന്ന സംഘടനയാണ്. കോൺഗ്രസ് എന്ത് പറഞ്ഞു? UDF എന്ത് പറഞ്ഞു? മുസ്ലിം ലീഗിൻ്റെയും കൂടെ പിന്തുണയുള്ള MSFും കൂടെ ഭരിക്കുന്നതാണ് ഈ യൂണിവേഴ്സിറ്റി യൂണിയൻ. MSF എന്ത് പറഞ്ഞു? മുസ്ലിം ലീഗ് എന്ത് പറഞ്ഞു? മുസ്ലിം യൂത്ത് ലീഗ് എന്ത് പറഞ്ഞു? ഈ KSU എന്ന് പറഞ്ഞു. KSUവിൻ്റെ സംസ്ഥാന പ്രസിഡന്റിന് എന്തെങ്കിലും പ്രസ്താവന വന്നോ? ഈ ചെറുപ്പക്കാരനെ, ഞാൻ പറഞ്ഞത് ഗോകുൽ ഗുരുവായൂർ, ഈ ചെറുപ്പക്കാരനെ ഞങ്ങൾ സംഘടനയിൽ നിന്ന് പുറത്താക്കി എവിടെയെങ്കിലും കേട്ടോ? അതാണ് പ്രശ്നം. SFI ഏത് കാലത്താണ് തിരുത്തൽ ആവശ്യപ്പെടുന്ന ഘട്ടത്തിൽ പൊതുസമൂഹത്തിന് മുമ്പിൽ മാപ്പ് പറഞ്ഞും പൊതുസമൂഹത്തിൻ്റെ മുമ്പിൽ തെറ്റേറ്റു പറഞ്ഞും സംഘടനാ നടപടികൾ ഏറ്റെടുത്തുമല്ലേ മുമ്പോട്ട് പോകുന്നത്? വയനാട്ടിൽ ഒരു ക്യാമ്പസിൽ ആക്രമണം ഉണ്ടായപ്പോൾ ഒരു കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിട്ടു ഇല്ലേ? SFI ഒരു കമ്മിറ്റി അപ്പാടെ പിരിച്ചുവിട്ടു. അങ്ങനെയാണ് നമ്മൾ ഈ ആക്രമണത്തെക്കുറിച്ച് നിരന്തരം പറയാന്നുള്ളതല്ല. ഇത് തിരുത്തൽ വേണം. അത് KSU ആണെങ്കിലും SFI ആണെങ്കിലും ABP ആണെങ്കിലും MSF ആണെങ്കിലും ഏത് വിദ്യാർത്ഥി യൂണിയൻ ആയിക്കോട്ടെ, തിരുത്തൽ വേണം. ഞാൻ പറഞ്ഞത് 35 രക്തസാക്ഷികൾ എന്ന് പറയുന്നത് ഒരു സംഘടനയെ സംബന്ധിച്ച് ചെറിയ കണക്കാണോ? അത് കേരളം പൊളിറ്റിക്കലി ചിന്തിക്കുന്ന, അങ്ങനെ തന്നെ മുൻപോട്ട് പോകുന്ന സംസ്ഥാനമാണ്. എല്ലാവർക്കും തുല്യ പ്രാധാന്യവും സംഘടനാ ശക്തിയും എല്ലാം ഉണ്ട്. പക്ഷേ അവിടെ 35 പ്രവർത്തകരെ, സംസ്ഥാന നേതാക്കന്മാരടങ്ങുന്ന പ്രവർത്തകരെ അരുംകൊല ചെയ്തവരാണ് ഈ MSFും KSUവും ABPയും ക്യാമ്പസ് ഫ്രണ്ടും. എൻ്റെ ജില്ലയിൽ, പത്തനംതിട്ട ജില്ലയിൽ KDP ആണ് M രാജേഷ് എന്ന് പറഞ്ഞ ആളെ കൊലപ്പെടുത്തിയത്. അതായത് കുഞ്ഞു സംഘടനകൾ പോലും, കേരളത്തിൽ വലിയ പ്രസക്തിയൊന്നുമില്ലാത്ത കുഞ്ഞു സംഘടനകൾ പോലും കൊന്നു തള്ളിയിട്ടുണ്ട്, അരിഞ്ഞ് വീഴ്ത്തിയിട്ടുണ്ട്, കുത്തിക്കൊലപ്പെടുത്തിയിട്ടുണ്ട് SFI നേതാക്കന്മാരെ. അതുകൊണ്ട് ഞാൻ പറയുന്നത് ഈ ഇത്തരം സംഘർഷാത്മകമായ രാഷ്ട്രീയം അവസാനിപ്പിക്കണമെന്ന് തന്നെയാണ്. സർവകലാശാല യൂണിയനുകൾ എന്ന് പറയുന്നത് സർഗാത്മകത പ്രകടിപ്പിക്കേണ്ട, കലാപ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകേണ്ട വേദികളാണ്. അവിടെ രക്തപങ്കിലമായ അധ്യായം തീർക്കലല്ല വിദ്യാർത്ഥി യൂണിയൻ നേതാക്കന്മാരുടെ പണി. അത് ഈ സമൂഹത്തെ വാർത്തെടുക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുള്ള, ഉത്തരവാദിത്തമുള്ള ഒരു പൗരസമൂഹത്തെ സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഓരോ വിദ്യാർത്ഥി സംഘടനകളുടെയും ലക്ഷ്യമെന്ന് പറയുന്നത്. അതിലേക്കാണ് അവർ പോകേണ്ടത്. അല്ലാതെ തമ്മിൽ തല്ലി തലയ്ക്ക് പരിക്കേൽപ്പിച്ച് 2 പേരാണ് ഗുരുതര പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നത്. 20 പേർക്കാണ് മൊത്തത്തിൽ പരിക്കേറ്റത്. കുറച്ച് പേർക്ക് ആശുപത്രി വിടാൻ കഴിഞ്ഞിട്ടുള്ളൂ. കൂടുതൽ പേര് ഇപ്പോഴും പല സ്ഥലങ്ങളിലും ആശുപത്രി കഴിയുകയാണ്. എന്തിനാണ് ഈ അക്രമം ഉണ്ടാക്കുന്നത്? ഞാൻ ചോദിക്കുന്നത്, ഈ അക്രമം കൊണ്ട് ആർക്കാണ് ഗുണം? മാതാപിതാക്കളുടെ വേദന, അധ്യാപകരുടെ വേദന, അത് തന്നെയാണ് ഞാനും ചോദിച്ചത്. ഇതിലേക്കല്ലല്ലോ പോകേണ്ടത്. പകരം ഈ കലോത്സവങ്ങൾ എന്ന് പറയുന്നത് സർഗാത്മക വേദികളാക്കി മാറ്റുക, കലാപ്രവർത്തനങ്ങൾ നേതൃത്വം നൽകുന്ന വേദികളാക്കുക. അവിടുന്ന് പുതിയ എഴുത്തുകാർ വരട്ടെ, പുതിയ കവികൾ വരട്ടെ, പുതിയ നടന്മാരും നടികളും വരട്ടെ. അങ്ങനെ സമൂഹത്തിന് ഉത്തരവാദിത്തം കാണിക്കുന്ന ഒരു വലിയ പൗര സമൂഹത്തെ ഈ വിദ്യാർത്ഥികൾ സൃഷ്ടിക്കപ്പെട്ടു. അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അല്ലാതെ ഞാൻ ഈ പറഞ്ഞത് ഏതെങ്കിലും തരത്തിൽ ഞാൻ കഴിഞ്ഞ കുറേ കാലങ്ങളായി കാണുന്ന ഈ പറഞ്ഞ 2 അതിരിൽ നാട്ടി നിർത്തിക്കൊണ്ട് ഒരാളുകളെ മാത്രം, ഒരു സംഘടനയെ മാത്രം നിരന്തരമായി കുറ്റവാളികളാക്കുന്ന ഒരു പ്രവണതയെക്കുറിച്ചാണ്. അതിന് മാധ്യമപ്രവർത്തനം എന്ന് പേരിട്ട് വിളിക്കാൻ കഴിയത്തില്ല. അങ്ങനെ അച്ചു നിർത്തുന്നത് ശരിയല്ല. അങ്ങനെ ആരെങ്കിലും പറയുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ്. അതിൻ്റെ പേര് മാധ്യമപ്രവർത്തനമാണെന്ന് പറയാൻ എനിക്ക് കുറച്ച് പ്രശ്നമുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്. എന്തായാലും ഷാനോസ് ഡേവിഡിൻ്റെ ആ വൈകാരികത ഞാൻ പൂർണ്ണമായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുന്നുണ്ട്. അടി നടന്നത് മാള ഹോളി ഗ്രേസ് കോളേജിലാണ്, ടി സോൺ കലോത്സവത്തിനിടയിലാണ്. അവിടെ ഇങ്ങനെ വട്ടത്തിൽ നിന്നുകൊണ്ട് ഒരു വിദ്യാർത്ഥിയെ തല്ലിച്ചതയ്ക്കുന്ന ദൃശ്യങ്ങൾ നമ്മൾ ഇന്ന് രാവിലെ മുതൽ
കണ്ടുകൊണ്ടിരിക്കുകയാണ്. എത്ര പേർക്കറിയാം ആ വിദ്യാർത്ഥി നേതാവിൻ്റെ പേര് എന്ന് ഷാനോസ് ചോദിക്കുമ്പോൾ അതിലിത്തിരി സത്യമുണ്ട്. അത് അർഹിക്കുന്ന രീതിയിൽ രാഷ്ട്രീയ കേരളം ചർച്ച ചെയ്തോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ മറുപടി. വളരെ ഗൗരവമായ ഒരു ചോദ്യം ഷാനോസ് ഇവിടെ ഉന്നയിച്ചത് എന്തുകൊണ്ട് SFIയെ മാത്രം നിങ്ങൾ മഴയത്ത് നിർത്തുന്നു എന്നാണ്. അക്രമങ്ങൾക്ക് പിന്നിൽ SFI മാത്രമാണ് എന്ന പൊതുബോധ നിർമ്മിതി ആരുടെ അജണ്ടയാണ് എന്ന ചോദ്യത്തിന് ഉത്തരം തേടേണ്ടതുണ്ട്. ഏകപക്ഷീയമായി SFI പ്രവർത്തകർ കലാലയങ്ങളിൽ വേട്ടയാടപ്പെടുന്നുണ്ടോ പരിശോധിക്കപ്പെടേണ്ടതാണ്. സമൂഹം ചർച്ച ചെയ്യട്ടെ.